ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഡേ 1 ആണ് ഇന്ന്. അപ്പം ഇന്നലെ എല്ലാവരും നന്നായിട്ട് സ്കാൽപ്പൊക്കെ ക്ലെൻസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്പ്ലിറ്റ് എൻഡ്സൊക്കെ ഒന്ന് ട്രിം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, ഇന്നിപ്പം നിങ്ങൾ ചെയ്യണതിൻ്റെ തലേ ദിവസം, അതായത് നമ്മൾ എല്ലാ ദിവസവും രാവിലെ ആയിരിക്കും ഓയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ ആയിരിക്കും ഓയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ ചെയ്യുമ്പോൾ ഈ ഒരു ചലഞ്ച് എടുക്കുന്നവരെല്ലാവരും എന്തായാലും തലേ ദിവസം രാത്രിയിൽ വേണം ഹെയർ ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ പറ്റാത്തവർക്ക് ആ ഒരു പ്രശ്നം, അതായത് രാത്രിയിലൊക്കെ ഓയിലൊക്കെ തേച്ചിട്ട് കിടക്കുന്നവർക്ക് നീരിറക്കത്തിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരിത് ചെയ്യണ്ട കേട്ടോ. അല്ലാത്തവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു കാര്യം ചെയ്യാം. അപ്പോൾ നമ്മൾ പകൽ അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുൻപായിട്ട് ഓയിൽ പുരട്ടിയിട്ട് കുളിക്കുന്നതിനും കുറച്ചും കൂടി എഫക്റ്റീവാണ് തലേ ദിവസം രാത്രി നമ്മൾ ഓയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് കോമ്പ് വെച്ചിട്ട് ചീകി ജടയൊക്കെ കളഞ്ഞ്, അപ്പം എന്താ ഇത്രയാണ് കേട്ടോ, എനിക്ക് ഒരു കെട്ടായിട്ടാണ് ഓരോ തവണ ചെയ്യുമ്പോഴും കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് ജടയൊക്കെ കളഞ്ഞ് മുടി നന്നായിട്ട് നീറ്റാക്കി വയ്ക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഓയിൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെ കുഞ്ഞിപ്പെണ്ണും കൂടി ഉണ്ട് കേട്ടോ ഇതിന് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞ് പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് എൻ്റെ ഓയിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ആ ഓയിൽ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നേരത്തെ ഞാൻ യൂസ് ചെയ്തിരുന്ന ഓയിലെന്ന് പറയുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഓയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ തലയിൽ ആ ഒരു ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ തലയ്ക്ക് നല്ല തണുപ്പായി തുടങ്ങി. അപ്പോൾ തലയ്ക്ക് തണുപ്പ് വന്നാലും ഒരു പ്രശ്നമെന്ന് പറയുന്നത് പെയിൻ നന്നായിട്ടുണ്ടാകും. അപ്പോൾ പെയിൻ കാരണം ഒത്തിരി ബുദ്ധിമുട്ടി. അപ്പോൾ എൻ്റെ തലയിൽ പെയിൻ വന്നാൽ കുഞ്ഞിൻ്റെ തലയിലും കൂടി ഉണ്ടാകും. അങ്ങനെ കുഞ്ഞിൻ്റെ തലയിലും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഓയിൽ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ഒരിക്കൽ കുഞ്ഞിന് ചോറൂണിന് പോയിട്ട് തിരിച്ചു വന്നപ്പം വഴി വെച്ച് കണ്ടതാണ് കേട്ടോ. അപ്പം അവർ പറഞ്ഞു ഇത് തേച്ചാൽ നന്നായിട്ട് പെയിനൊക്കെ പോകും, താരൻ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അമ്മ എനിക്ക് വാങ്ങി തന്നതാണ്. അപ്പോൾ ഈ ഒരു ഓയിലാണെങ്കിലും നന്നായിട്ട് തണുപ്പാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഓയിലാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ റൗണ്ട് ഞങ്ങൾ എണ്ണ ഒഴിച്ച് വെച്ചിട്ട് ഇപ്പോൾ രണ്ടാമത്തെ റൗണ്ട് എണ്ണ ഒഴിച്ചതാണ് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കിയൊന്നുമല്ല, അതിനകത്ത് നിറച്ച് ആ കുപ്പിയിൽ നിറച്ച് ഓയിൽ ഒഴിച്ച് വെച്ചാൽ മതി. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഓയിലിന് റെഡ് കളറാവും. അപ്പം നമുക്കത് നന്നായിട്ട് വറുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഓയിൽ എടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ഓയിൽ മതി, നമ്മുടെ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ മതി കേട്ടോ. ഓവറായിട്ട് ഓയിൽ എടുത്തിട്ട് നമ്മുടെ തല അതിൽ മുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നന്നായിട്ടൊരു മസാജൊക്കെ കൊടുത്ത ശേഷം ഞാനൊരു ഹെഡ് മസാജർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ സ്മിറ്റണിൽ നിന്ന് ട്രയൽ പാക്കിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഉറക്കം വരും, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് തോന്നും. അപ്പോൾ ഇത് ഞാൻ രാത്രി ഒരു 12 മണിക്കാണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങി കഴിയുമ്പോഴത്തേക്കുമാണ് എനിക്കിതൊക്കെ ചെയ്യാനുള്ള ടൈം കിട്ടുക. അപ്പോൾ അവൾ പല ടൈമിലാണ് ഓരോ ദിവസം ഉറങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഇച്ചിരി നേരത്തെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 12 മണിക്ക് ആകുമ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ട് അതിന് ശേഷം മുടിയൊക്കെ ചീകി പിന്നെ കെട്ടിവെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അതിനനുസരിച്ച് കെട്ടിവെക്കാം. പിന്നെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും മുടിക്ക് ബാധിക്കില്ല കേട്ടോ രാവിലെ ആകുമ്പോഴത്തേക്കും. അല്ലെങ്കിൽ ചിലപ്പം ജടയൊക്കെ പിടിച്ച് അഴിഞ്ഞൊക്കെ കിടക്കാം. അപ്പോൾ അത് കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ചെയ്യണതാണ്. രാവിലെ നിങ്ങൾക്ക് ഇത് എപ്പം വേണമെങ്കിലും കഴിക്കാം. ഒരു തണ്ട് കറിവേപ്പില എടുക്കുക, അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പൗഡറാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ മോരെടുക്കുക, മോരിനകത്ത് മിക്സ് ചെയ്തിട്ട് കുടിക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലയാണെങ്കിലും അങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ കഴിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ മോരിനകത്ത് അരച്ചിട്ട് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ ഒരു ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. മോരാണെങ്കിലും നിങ്ങൾക്ക് ദഹനത്തിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ ഏറ്റവും ഉത്തമമാണ് മോരെന്ന് പറയുന്നത്. കൂടാതെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സവാളയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലേ ദിവസം കുറച്ച് ഓയിലല്ലേ തലയിൽ വെച്ചിട്ടുള്ളൂ. ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട്, സ്കിന്നും ഹെയറും ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു 2-3 ഡ്രോപ്സ് ഓയിലും കൂടി ഞാൻ എൻ്റെ ഹെയർ ഓയിൽ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു പാക്ക് ആക്കിയത് കേട്ടോ. അപ്പോൾ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ നന്നായിട്ട് ചീകിയൊന്ന് എടുക്കാം. അപ്പം നമുക്ക് രാവിലെ വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാക്കുകൾ, ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് ചെയ്യാം. അതായത് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഇത് എപ്പം വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിൽ ചെയ്യാം, വൈകുന്നേരം വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുക അപ്പം ചെയ്ത് കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ പാക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ടും ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചലഞ്ച് എടുക്കുന്ന എല്ലാവരും എല്ലാ ദിവസവും ഇത് ചെയ്തിരിക്കണം. അപ്പം ഹെയർ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ആൾക്കാർ മുടിയുടെ തുമ്പിൽ, നമ്മൾ ഇന്നലെ ഓയിൽ ആപ്ലിക്കേഷൻ നടത്തിയില്ലല്ലോ, അപ്പം മുടിയുടെ തുമ്പിലേക്ക്, ലെങ്ത്തിലേക്ക് നിങ്ങൾക്ക് ഓയിൽ ഈ സമയത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പാക്ക് ഇടാം കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു ഒനിയൻ ജ്യൂസ് നന്നായിട്ട് ഓരോ വകച്ചിലെടുത്ത് നന്നായിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും ആകുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒനിയൻ ജ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അതായത് അതിനകത്ത് അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ എല്ലാം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ മുടി വളരില്ല. നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങളും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ മുടിയുടെ ആ ഒരു വളർച്ച, അല്ലെങ്കിൽ ആ മുടിയുടെ ആരോഗ്യം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചലഞ്ച് എടുക്കുന്ന എല്ലാവരും എല്ലാ ദിവസവും എന്തായാലും കറിവേപ്പില കഴിക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇലകൾ, അതായത് നിങ്ങളുടെ വീട്ടിൽ കറിവേപ്പൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പൗഡർ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്താലും മതി. അതുപോലെ തന്നെ മോര് കുടിക്കാൻ പറ്റുന്നവർ എല്ലാ ദിവസവും കുടിക്കണം കേട്ടോ. ഇതിനോടൊപ്പം മുടി വളർച്ചയ്ക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് ബദാം എന്ന് പറയുന്നത്. തലേ ദിവസം രാത്രിയിൽ ഒരു 4, 5, 6, 7 എണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. അതിട്ട് വെള്ളത്തിൽ കുതിർത്ത് ഇടുക. പിറ്റേന്ന് രാവിലെ അതെടുത്തിട്ട് കഴിക്കുക. അപ്പോൾ അങ്ങനെ കഴിക്കുന്നതും നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരു ഇതിനെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ ചലഞ്ച് എടുക്കുന്നവർക്ക് ആ ഒരു കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. കൂടാതെ നന്നായിട്ട് പച്ചക്കറികളും പഴങ്ങളും നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മുട്ട, പാല്, ഇറച്ചി, മീൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക കേട്ടോ. കൂടാതെ നിങ്ങളൊരു വെജിറ്റേറിയൻ ആണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് എല്ലാ വൈറ്റമിൻസും കിട്ടുന്ന രീതിക്കുള്ള കാര്യങ്ങൾ, അതായത് വൈറ്റമിൻ B12 ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വെജിറ്റബിൾസിലുള്ളതിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി കഴിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു ഫുഡിൽ നിന്നും കിട്ടാത്ത ഒരു കാര്യമാണ് വൈറ്റമിൻ D. അത് നമുക്ക് രാവിലെയും വൈകിട്ടുമുള്ള ഇളം വെയിൽ കൊണ്ടാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക എല്ലാവരും. കുഞ്ഞിപ്പെണ്ണേ,
അപ്പോൾ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലാണ് കേട്ടോ ഈ ഒരു ചലഞ്ച് മുന്നോട്ട് പോകുന്നത്. അപ്പം നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് ഈ ഒരു ഒനിയൻ ജ്യൂസ് അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അന്ന് രാത്രിയിൽ വീണ്ടും ഓയിൽ ആപ്ലിക്കേഷൻ നടത്തുക. അതിത് വളരെ കുറച്ച് മാത്രം ഓയിൽ എടുത്തിട്ട് രാത്രി അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക കേട്ടോ. അപ്പം പിറ്റേന്ന് രാവിലെ വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി. ആ ഒരു ദിവസം നമ്മൾ പാക്കൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഒനിയൻ ജ്യൂസ് അപ്ലൈ ചെയ്തതിന് ശേഷവും ഷാമ്പു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. കൂടാതെ നിങ്ങൾക്ക് നെറ്റ് കയറുന്ന സ്ഥലത്തൊക്കെ നന്നായിട്ട് ഈ ഒരു ഒനിയൻ ജ്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പുതിയ മുടികളൊക്കെ കിളിർത്ത് വരാൻ വേണ്ടിയിട്ട് അത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഒനിയൻ ജ്യൂസ് ഒരു 30 മിനിറ്റ്സ് തലയിൽ അങ്ങനെ തന്നെ വെച്ചേക്കുക. എന്നിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം. വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയുക. അന്നത്തെ ദിവസം രാത്രി ഓയിൽ ആപ്ലിക്കേഷൻ നടത്തുക. സോ പിറ്റേന്ന് വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എല്ലായിടത്തും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുടി കെട്ടി വെച്ചിട്ട് ഒരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം കഴുകി കളയാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.